ഈ പട്ടണത്തിൽ ഒരു പുരുഷൻ പാർക്കുന്നുണ്ട്, അദ്ദേഹം പറയുന്നതെല്ലാം ഒത്തുവരുന്നുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം? അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഒന്ന് പറയാം. പ്രൈസ് ഗോഡ്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട് ആ കർത്താവ് വിശ്വസ്തമായി സേവിക്കുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ചുറ്റുപാടുകളിലുള്ളവർ, നമ്മുടെ അയൽപക്കത്തുള്ളവർ, നമ്മുടെ ദേശത്തുള്ളവർ, അവർക്ക് പറയാൻ കഴിയണം. ഇവിടെ സ്തോത്രം, ഒരു ഭക്തനും ഒരു ഭക്തയും പാർത്തിരുന്നു, പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം ഇവിടെ പാർത്തിരുന്നു എന്ന് പറയാനായിട്ടുള്ള അവസരം നമുക്കുണ്ടാകണം. വേറെ ഒന്നും നേടിയില്ലെങ്കിലും കുഴപ്പമില്ല, വാടക വീട്ടിൽ താമസിച്ച് മരിച്ചാലും കുഴപ്പമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. സാക്ഷ്യത്തോടെ ജീവിപ്പാൻ നമുക്ക് ഇടയാകണം. ഞാൻ ഓടിച്ചു പോകട്ടെ, ഞാൻ ഇതൊരു വിഷയത്തിലേക്ക് കയറിയിട്ടില്ല. നമുക്കറിയാം, ഇയ്യോബിനെ കുറിച്ച് പഠിക്കുമ്പോൾ അത് തന്നെയല്ലേ പറയുന്നത്. ഇയ്യോബിന്റെ ജീവിതം എത്രമാത്രം പ്രതിസന്ധി നിറഞ്ഞതായിരുന്നു. പക്ഷേ ആ ഇയ്യോബിനെ സഹിഷ്ണുതയുടെ വക്താവായി, എനിക്ക് അങ്ങനെയാ പറയാൻ ആഗ്രഹിക്കുന്നത്, സഹിഷ്ണുതയുടെ വക്തായി. യാക്കോബ് പറയുമ്പോൾ അങ്ങനെയല്ലേ, ഇയ്യോബിന്റെ സഹിഷ്ണുത നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്ന്. സഹിഷ്ണുത, നമുക്ക് ഇന്ന് സഹിഷ്ണുത എന്ന് പറയുമ്പോൾ ആ സഹിഷ്ണുതയ്ക്ക് ഉത്തമ ഉദാഹരണമായി നിലകൊള്ളുന്നത് ആരാ? ഇയ്യോബ് അല്ലെ? പക്ഷെ ഇയ്യോബ് ഏതെല്ലാം ജീവിതത്തിൽ കടന്നുപോയെന്ന് നോക്കിക്കേ. ഏതെല്ലാം വേദനയിലൂടെ കടന്നുപോയത്, നിരാശയിലൂടെ കടന്നുപോയത്. പക്ഷെ അതിന് നടുവിലും ഉറച്ചു നിന്നത് കൊണ്ട്, ദൈവം ആ പുരുഷനെ കണ്ടത് കൊണ്ട്, ആ പുരുഷൻ ഭാവി തലമുറയ്ക്കൊക്കെ സഹിഷ്ണുതയുടെ ഉത്തമ ഉദാഹരണമായിട്ട് നിലകൊള്ളുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന വേദനകള്, സങ്കടങ്ങള്, ദുഃഖങ്ങളൊക്കെ നാളുകളിൽ, മറ്റന്നാളുകളിൽ, ഭാവിയിൽ മറ്റുള്ളവർക്ക് അനുകരിക്കാൻ കൊള്ളാകുന്ന ചില ആത്മീക സ്വഭാവങ്ങൾ നമ്മിൽ ഉരുത്തിരിഞ്ഞു വരണമെന്നാണ് ഞാൻ ഈ പറയുന്നതിന്റെ അതേ ഉദാഹരണം. സ്തോത്രം. ജോസഫിനെ നമുക്കറിയാം, മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൽ അല്ലെ, ആ മനുഷ്യൻ ഒരു ഭക്തനായൊരു മനുഷ്യൻ. വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട മറിയ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ട് അല്ല, അവിടെ രീതി അനുസരിച്ച് പരസ്യമായി മൂപ്പന്മാരുടെ മുന്നിൽ കൊണ്ടുവന്ന് അവളെ അത് തിരിച്ചേൽപ്പിക്കണം, അവർക്ക് അവരുടെ ന്യായവിധി അവളുടെ മേൽ നടത്താം. എന്താ പറഞ്ഞത്? ലോകാപവാദം വരുത്തുവാൻ അവന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് രഹസ്യമായി ഉപേക്ഷിപ്പാൻ. അദ്ദേഹം അങ്ങനെ എഴുതിയിരിക്കുന്നത്, നീതിമാനാകെ കൊണ്ട്. പ്രിയമുള്ളവരെ, ഓരോ തലമുറ, ഞാൻ ആ ഭാഗം വിടുകയാ, ഓരോ തലമുറകളിലും ദൈവം ഓരോ വ്യക്തികളെ കണ്ടു. ആ വ്യക്തികളിലൂടെ ദൈവം ചരിത്രം തിരുത്തി എഴുതാനായിട്ട്, അല്ലെങ്കിൽ പുതുചരിത്രം കുറിക്കാനായിട്ട് ദൈവം ഉപയോഗിച്ചു. നമ്മൾ ആദ്യം വായിച്ച വാക്യം അല്ലെങ്കിൽ മടങ്ങി വരണം. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, എങ്ങനെ നമുക്കൊരു ദൈവ മനുഷ്യനാകാൻ കഴിയുന്നത്? ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട, ദൈവത്താൽ ആദരിക്കപ്പെടുന്ന, ദൈവത്താൽ ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായി, ഒരു പുരുഷനായി, അല്ലെങ്കിൽ ഒരു വ്യക്തിയായി ജീവിപ്പാൻ നമുക്ക് എങ്ങനെ കഴിയുന്നത്? സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച ഒരു ഇതിങ്ങനെ ഓർക്കുന്നു. ഒരു പ്രായമുള്ള, കൈകളൊക്കെ വിറയ്ക്കുന്ന ഒരു പിതാവ്, തൻ്റെ ഒരു മകൻ, ഈ പിതാവിനെ ഒരു റെസ്റ്റോറന്റിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ഭക്ഷണം കഴിക്കാനായിട്ട്. പക്ഷെ ഈ പ്രായമുള്ള പിതാവിന്റെ കൈകളെല്ലാം വിറയ്ക്കുന്നുണ്ട്. അദ്ദേഹം ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ ഈ ഭക്ഷണം കൈകൾ വിറയ്ക്കുന്ന ആയതുകൊണ്ട് ശരീരം മുഴുവൻ, ദേഹത്ത് അത് വീണു അഴുക്കായി. അപ്പൊ പെട്ടെന്ന് അടുത്തിരിക്കുന്ന ആളുകളൊക്കെ ഒരു നെറ്റി ചുളിച്ച് ഇവരെ നോക്കി. പക്ഷെ അപ്പോഴും ഈ മകൻ വളരെ സ്നേഹത്തോടെ ആ പിതാവിനെ ഭക്ഷണം കഴിക്കാനായിട്ട് സഹായിക്കുക, എടുത്തു കൊടുക്കുക, വാരി കൊടുക്കുക, കൈകൊണ്ട് ആ വസ്ത്രത്തിലായ അഴുക്കൊക്കെ തുടച്ചു. ഭക്ഷണം സന്തോഷത്തോടെ ആ അച്ഛനും മകനും കഴിച്ചു. അപ്പോ എല്ലാവരും ഇത് ശ്രദ്ധിക്കുന്നുണ്ട്, ആ റെസ്റ്റോറന്റിൽ ഉണ്ടായിരുന്നവര്. അതിനുശേഷം ഈ മകൻ ഈ പിതാവിനെ കൂട്ടിക്കൊണ്ട് പോയി വാഷ്റൂമിൽ പോയി കഴുകി വൃത്തിയാക്കി മടങ്ങി വന്നു. അപ്പോ നല്ല ചെറുപ്പക്കാരൻ മടങ്ങി വന്ന് ബില്ലെല്ലാം പേ ചെയ്ത് അവിടുന്ന് ഇറങ്ങാനായിട്ട് ശ്രമിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു വയോധികനായ ഒരു മനുഷ്യൻ ഈ മകനോട് വിളിച്ചു ചോദിച്ചു, ഹലോ, നിങ്ങൾ എന്തെങ്കിലും ഇവിടെ മറന്നു വെച്ചിട്ട് പോയിട്ടുണ്ടോ? എന്തെങ്കിലും നിങ്ങളുടെ തിങ്സ് എന്തെങ്കിലും മറന്നു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ ആ മകൻ പറഞ്ഞു, ഇല്ല, ഒന്നും വെച്ചിട്ടില്ല, ഞാൻ എല്ലാം എടുത്തു. ഉടനെ ആ വയോധികനായിട്ട് മനുഷ്യൻ പറഞ്ഞു, ഇല്ല, നിങ്ങൾ 2 കാര്യം ഇവിടെ ബാക്കി വെച്ചിട്ടാണ് പോകുന്നത്. ചോദിച്ചു, എന്താണത്? ഒന്ന്, ഈ സമൂഹത്തിലെ ഓരോ മകനും പഠിക്കേണ്ട ഒരു പാഠം നിങ്ങളുടെ ബാക്കിയാക്കി. 2, ഓരോ പിതാവിനും ലഭിക്കേണ്ട ഒരു പ്രത്യാശ നിങ്ങളുടെ ബാക്കിയാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ഈ ഇടപാടുകളിൽ നിങ്ങളുടെ പിതാവിനോടുള്ള
ഈ പ്രായാധിക്യം വന്ന ബലഹീനനായ ആ പിതാവിനോടുള്ള നിങ്ങളുടെ ആർദ്രതയും സ്നേഹവും, അതിലൂടെ നിങ്ങൾ ഈ സമൂഹത്തിന് നൽകിയ 2 സന്ദേശങ്ങളാണ് ആ വയോധികനായ മനുഷ്യൻ ഉദ്ദേശിച്ചത്. ഒന്ന്, ഈ സമൂഹത്തിന് ഓരോ മകനും പഠിക്കേണ്ട ഓരോ പാഠം. 2, ഓരോ പിതാക്കന്മാർക്കും അല്ലെങ്കിൽ മാതാക്കളായിക്കോട്ടെ അവർക്ക് ലഭിക്കുന്ന ഒരു പ്രത്യാശ. സ്തോത്രം. ഞാൻ ഭാഗപ്പെടട്ടെ പ്രിയമുള്ളവരെ. ഈ സമൂഹത്തിൽ നമ്മൾ നല്ല മനുഷ്യനായി ജീവിക്കണം. ഞാൻ പറയാം എങ്ങനെ നമുക്ക് ഒരു നല്ല മനുഷ്യനാകാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് യോഹന്നാന്റെ കാര്യമല്ലേ വായിച്ചത്, യോഹന്നാ സ്നാപകൻ. നമുക്ക് അത് തന്നെ എടുക്കാം. ഈ യോഹന്നാ സ്നാപകൻ എങ്ങനെയാ ദൈവം അയച്ച പുരുഷനായിട്ട് മാറിയത്? ഞാൻ അങ്ങനെ ധ്യാനിച്ചേ. എന്റെ മനസ്സിലേക്ക് വന്നത് അവന്റെ കുടുംബം ഒന്ന് നോക്കിക്കേ. ആരുടെ? ഈ യോഹന്നാ സ്നാപകന്റെ കുടുംബം. ആ കുടുംബത്തെ കുറിച്ച് നമുക്ക് എന്താ കാണാനായിട്ട് കഴിയുന്നത്? ആ കുടുംബത്തെ കുറിച്ച് ലൂക്കോസ് സുവിശേഷത്തിലല്ലേ വായിക്കാതെ? ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ലൂക്കോസ് 1-ന്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഈ ദൈവം അയച്ച പുരുഷനായ, ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട പുരുഷനായ, ദൈവം സാക്ഷ്യം പറയുന്ന പുരുഷനായ ഈ സ്തോത്രം യോഹന്നാനെ കുറിച്ച് ലൂക്കോസ് 1-13 ഇങ്ങനെ വായിക്കുന്നു. ദൂതൻ അവനോട് പറഞ്ഞത്, സക്കറിയാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. ശ്രദ്ധിക്കണമേ, നോക്കണേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഞാനത് നിങ്ങൾ ചിന്തിക്കുക. ദീർഘവർഷങ്ങളായി വിവാഹം കഴിഞ്ഞിട്ട് അന്നു മുതൽ പ്രാർത്ഥിക്കുകയാ. എന്തിനാ? ഒരു തലമുറയ്ക്ക് വേണ്ടി അന്നു മുതൽ പ്രാർത്ഥിക്കുന്നതാ. പക്ഷെ ഇതുവരെയും ലഭിച്ചിട്ടില്ല. പക്ഷേ നോക്കണേ, ആ പ്രാർത്ഥനയുടെ ഉത്തരം എന്ന നിലയിലാ ഇവിടെ ദൂതൻ വന്ന് സംസാരിക്കുന്നത്. ഞാൻ അതിന് ഇങ്ങനെ പറഞ്ഞു വിടാൻ ആഗ്രഹിക്കുകയാ. ഒരു നല്ല പുരുഷൻ, ഒരു നല്ല മനുഷ്യൻ, ഒരു നല്ല വ്യക്തി രൂപപ്പെട്ടു വരുന്നതിന് മുൻപിൽ ഒരു പ്രാർത്ഥന അന്തരീക്ഷമുള്ള ഒരു കുടുംബം അനിവാര്യമാണ്. ഒരു പ്രാർത്ഥന അന്തരീക്ഷമുള്ള ഭവനത്തിൽ മാത്രമേ, ഒരു പ്രാർത്ഥന അന്തരീക്ഷത്തിൽ നിന്ന് മാത്രമേ ഒരു നല്ല വ്യക്തിത്വം ഉയർന്നു വരുവാനായിട്ട് ഇടയാകുകയുള്ളൂ. സ്തോത്രം. നമുക്കറിയാം, പ്രാർത്ഥിക്കുന്ന ഏത് മാതാപിതാക്കളുടെയും തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം വളരെ വേദനയോടെ ഒരു പിതാവിനോട് സംസാരിക്കാനിടയായി. അത് തന്റെ മരുമകളുമായിട്ടൊരു വിഷയമാണ്. മകൻ ഗൾഫിലാണ്. ഞാൻ പറഞ്ഞു, ആ പിതാവിനെയും മാതാവിനെയും വിളിച്ചിരുത്തി ഞാൻ വളരെ സ്നേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ മകളായിട്ട് അവരെ കാണണം. മാത്രമല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല. അവർക്ക് വേണ്ടി അവരുടെ ഭാഗത്ത് തെറ്റ് കാണും, അവരുടെ ഭാഗത്ത് വീഴ്ച കാണും, അവരുടെ ഭാഗത്ത് പരാജയങ്ങൾ കാണും, തോൽവികൾ കാണും. പക്ഷേ അത് ക്ഷമിക്കാൻ മറ്റാർക്കും കഴിയുന്നതിനേക്കാൾ ഉപരി നിങ്ങൾക്കാണ് കഴിയുന്നത്. നിങ്ങളാണ് ക്ഷമിക്കേണ്ടത്. ക്ഷമിച്ച് നിങ്ങൾ വേണം അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ. ഞാൻ മറ്റൊരു മാതാവിനോട് പറഞ്ഞു, സ്തോത്രം, അവരുടെ മാതാവിന്റെ ചില മക്കൾ വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. അവരോട് ഞാൻ പറയാൻ കഴിഞ്ഞത്, ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങളെ പോലെ അല്ലെങ്കിൽ നിങ്ങളോളം അതേ യോഗ്യതയുള്ള മറ്റൊരു വ്യക്തി ഇല്ല. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ, മാതാപിതാക്കളുടെ പ്രാർത്ഥനകൾ തലമുറകൾക്ക് അനുഗ്രഹമാണ്. മാതാപിതാക്കളുടെ പ്രാർത്ഥന സ്തോത്രം 100% സ്തോത്രം തലമുറകൾക്ക് അനുഗ്രഹകരമായിട്ട്. അതെ, ഇവിടെ നമുക്ക് കാണാം, ഈ എലിസബത്തും ഈ സക്കറിയാവും അവർ നിരന്തരം ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അതുകൊണ്ടാണ് ദൂതം എന്ന് പറയുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി.